1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷിച്ചത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗുമായി ചേർന്ന് 1967 സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി 2 കൊല്ലം കേരളം ഭരിച്ച മുസ്ലിം ലീഗ് എപ്പോഴാണ് നിങ്ങൾക്ക് വർഗീയ പാർട്ടിയായത്? എപ്പോഴാണ് നിങ്ങൾക്ക് തീവ്രവാദികളായത്? നന്ദി നായിക്കുമുണ്ടെന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾക്ക് നന്ദിയില്ലേ പാർട്ടി? നമ്മൾ പട്ടിക്ക് എന്തേലും കൊടുത്താൽ അത് വാലാട്ടുമല്ലോ. ആ സ്നേഹമെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ ലീഗിനോട്? ലീഗില്ലെങ്കിൽ അന്ന് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഗ് സപ്പോർട്ട് കൊടുത്താൽ 44 അവർക്ക്, 3 പേർക്ക്. മുസ്ലിം ലീഗിന്റെ ഒറ്റ മിടുക്കുകൊണ്ടാണ് 44 കിട്ടിയത്. 67 വീണ്ടും ഗവൺമെന്റ് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗിനെ നിങ്ങൾ മന്ത്രിമാരാക്കി. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും. പൗലോസ് പിണറായി വിജയൻ, അയാൾ ആരെ തൊട്ടാലും ശുദ്ധം. സ്വപ്നെ അയാൾ തൊട്ടാ അവള് നല്ലവള്, സരിതയെ തൊട്ടാ അവള് നല്ലവള്. ഇതാണോ നിങ്ങളുടെ ന്യായം? നന്ദി വേണം. ഇന്ന് രാജ്യമാസകലം നടന്ന് മുസ്ലിം ലീഗിനെ അപമാനിക്കുക, തീവ്രവാദ പാർട്ടിയാന്ന് പറയുക, കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കാൻ ലീഗാണ് എന്ന് പ്രചരിപ്പിക്കുക. കേരളം ഇതുപോലൊരു വർഗീയവാദിയെ കണ്ടിട്ടില്ല. ശ്രീ പിണറായി വിജയനെ പോലെ മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ ശിഷ്യൻ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ആ ഭൗതികവാദത്തിന്റെ വക്താവായ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായി മാറി. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്നത്.